Hello guys, welcome back to the another episode of Lebens vlog. ഇന്ന് ചെയ്യുന്ന സിമ്പിളായിട്ട് കുഴിമന്തി റെസിപ്പിയാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ കുഴിമന്തി റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇത് വേറെ രീതിയിൽ കുഴിമന്തിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഹോൾ ചിക്കനും വലിയ ജീരകവും 2 ചിക്കൻ സ്റ്റോക്കും പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മളെ ഇൻഗ്രീഡിയൻസിന് മെഷർമെൻറ്റ് കൂട്ടും കുറക്കും ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു മീഡിയം ഓണിയൻ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിന് മുന്നേ അപ്ലോഡാക്കിയ വീഡിയോയിൽ ഞാൻ ഉള്ളിയും ക്യാപ്സിക്കം പിന്നെ മല്ലിച്ചപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യണം. എനിക്ക് വീഡിയോ സ്കിപ്പായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു ഹാഫ് കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതൊരു 5 മിനിറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. ഈ മാരിനേഷനൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കും. പിന്നെ അതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങളത് അരിവനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ അഡീഷണലായിട്ട് ഉപ്പ് ഇടുന്നില്ല. ചിക്കൻ സ്റ്റോക്ക് ഓൾറെഡി ഇടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ഇടുന്നില്ല. പിന്നെ ഇതൊന്ന് ഹാഫ് വേവ് ആവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്യാസ് സ്റ്റോവിൽ വെക്കാം. ആ ടൈം കൊണ്ട് ബസ്മതി റൈസ് നന്നായി കഴുകി വൃത്തിയാക്കി ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഇലയ്ക്ക അങ്ങനെയുള്ള മസാല ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം. പിന്നെ തക്കാളി ഞാൻ വേവിക്കാൻ വെക്കുന്നതാണ്. അതായത് നമ്മൾ ഈ തക്കാളീൻ്റെ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. പിന്നെ ചോറിടെ വെന്തിട്ടുണ്ട്, അതിന് ഡ്രൈൻ ചെയ്യാൻ വെക്കാം. ഇനി ചിക്കന് ഒന്നൊരു 1/4 വേവാൻ സമയത്ത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു പൊരിഞ്ഞൊരു ഫ്ലേവർ വരുന്നുണ്ടാവും. അത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് ഹാഫ് കുക്കായി അതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈൻ ചെയ്ത് വെച്ച് ചോറിട്ട് കൊടുക്കാം. ബസ്മതി റൈസാണ് മാക്സിമം യൂസ് ആക്കുക, നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ അതിലേക്ക് ചുറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചമുളക് വെച്ച് നടുക്ക് കരി വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ ഇറ്റ്സ് റെഡി ടു സെർവ്. അപ്പോൾ ഇതേപോലെ ഈസി റെസിപ്പീസിനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ.